മിനിസ്ട്രീസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറയുന്നത്. അപ്പോഴേ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സംസാരിച്ചതുപോലെ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞത് അവിടെ ശാരീരിക മരണവും ആത്മീയ മരണവും സംഭവിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മീയമായിട്ടുള്ള ജീവൻ അവിടെ കർത്താവിലുള്ള വിശ്വാസത്താൽ പ്രാപിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് ബൈബിളിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതിന് ചിന്തിക്കാം, എന്നാൽ നമുക്കൊരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. ഭൂമിയിൽ നമ്മുടെ ജീവിതകാലം ഒരു നിഴലത്രേ എന്ന് ഇയ്യോബ് 8:9 പറയുന്നു. അതുപോലെ മനുഷ്യനെ ശപിച്ച സമയത്തും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:19 നീ പൊടിയാകുന്നു, നീ മടങ്ങി പൊടിയിലേക്ക് തന്നെ ചേരും എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യന് ശാരീരിക മരണമുണ്ട്, അതെല്ലാം മനുഷ്യനും ഉള്ളതാണ്. അതുപോലെ ആത്മീയ മരണവും മനുഷ്യനുണ്ട്. 2 മരണമുണ്ട്. ആത്മീയ മരണം ദൈവിക പ്രമാണം അനുസരിക്കാത്തവർക്കുള്ളതാണ് ആത്മീയ മരണം. ഇതാണ് പാപസംബന്ധമായ മരണം എന്ന് പറയുന്ന റോമർ 6:2 പറയുന്ന പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുന്നില്ലേ, അത് എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള മരണമാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല. ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആത്മീയ മരണമില്ല. അല്ലാത്തവർക്ക് ജഡീയ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രാകൃത മനുഷ്യൻ, അവർക്കാണ് പാപസംബന്ധമായ മരണം. അതുപോലെ തന്നെ മരിച്ചവരെല്ലാം തന്നെ ഉയർക്കും എന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിച്ചവർ നിത്യജീവങ്കിലേക്ക് ഉയർക്കും, യേശുവിൽ വിശ്വസിക്കാത്തവർ നിത്യന്യായവിധിയിലേക്കും ഉയർക്കും. ഈ 2 രീതിയിലുള്ള പുനരുത്ഥാനവും ഉണ്ട് എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഭാഗം സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ കാവ്യാത്മക രൂപത്തിൽ മരണത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നു. 12-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ളതാണ്. കാരണം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം മരണത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് നീ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. ഒരു എന്താ പറയുക, ഒരു കാവ്യാത്മകമായി ഉള്ള ഒരു ചിത്രീകരണമാണ്. അത് എന്താ ഇവിടെ പറയുന്നത്, മേഘങ്ങൾ മടങ്ങി വരും മഴയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിങ്ങനെ വാർദ്ധക്യകാലമാകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ വരും, ദുർദിവസങ്ങൾ വരും. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പേ നിങ്ങളുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. ഓരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ കാവൽക്കാരാരാണ്? വീട്ടുകാവൽക്കാർ. കൈകളും കാലുകളും ഒക്കെയാണ്. അവർ വിറയ്ക്കും. ബലവാന്മാർക്ക് ബലമൊക്കെ കുറയും, അവർ കുനിയും, നടുവിൻ്റെയൊക്കെ ബലമൊക്കെ പോവും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കുക. അരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൈൻഡിങ് മെഷീൻ, നമ്മുടെ ജീവിതത്തിലെ ഗ്രൈൻഡിങ് മെഷീൻ, പല്ലൊക്കെ കൊഴിയും.
കിളിവാതിൽ നോക്കുന്നവർ അന്ധരാകും എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൂടെ നോക്കുമ്പോൾ കാഴ്ചശക്തിയൊക്കെ കുറയും, ഒന്നും കാണത്തില്ല, ദൂരെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. തെരുവിലെ കഥകൾ അടയും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകും? തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. തെരുവിലെ കഥകൾ അരയ്ക്കുന്ന ശബ്ദം ചെവി കേൾക്കാൻ പറ്റത്തില്ല, അതാണ്. ചെവികൾ കുറയും. അതുപോലെ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉണരും, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ ഉണരും. പാട്ടുകാരത്തികൾ ഒക്കെ തളരും. പാട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാട്ടുകാരികൾ എന്നൊക്കെ നമ്മുടെ വോക്കൽ കോഡില്ലേ, നമ്മൾ പാടുന്ന തൊണ്ടയുടെ സൗണ്ടൊക്കെ കുറയും. ആ പാട്ടുകാരികളൊക്കെ തളരും, ആ സൗണ്ടൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്ത് കാവ്യാത്മകമായിട്ടാണ് മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അന്നവർ കയറ്റത്തെ പേടിക്കും. വലിയ ഭയമാണ്. ഹൈറ്റ് കാണുമ്പം ഭയങ്കര ഭയമാണ്. മരണം കയറി വരുന്ന വഴിയാണ് ഇതെല്ലാം. ഹൈറ്റ് കാണുമ്പം ഭയം, ചിലർക്ക് കയറ്റത്തെ പേടിക്കും, കയറ്റം കയറാൻ പറ്റത്തില്ല, ക്ഷീണം ആവും കയറുമ്പോൾ തന്നെ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാംവൃക്ഷം പൂക്കും. ബദാംവൃക്ഷം പൂക്കുക എന്ന് പറഞ്ഞാൽ തലമുടിയെല്ലാം നരയ്ക്കുമെന്ന്. ബദാംവൃക്ഷം പൂത്ത വൈറ്റ് കളറാണ്. തലമുടിയെല്ലാം തുള്ളനിഴഞ്ഞ് നടക്കും. ഓക്കെ, തുള്ളനിഴഞ്ഞ് നടക്കും എന്ന് പറഞ്ഞാൽ തുള്ളൻ, ഗ്രാസ് ഹോപ്പർ മുടന്തി നടക്കും. ജീവിതത്തിൻ്റെ ഓരോ ശൈലികൾ പറയാണ്. രോചനക്കുരു ഫലിക്കാതെ വരും. രോചനക്കുരു എന്ന് പറഞ്ഞാൽ നിങ്ങളെ എടുക്കുന്ന മെഡിസിൻസ്, മരുന്നൊന്നും ഫലം ചെയ്യത്തില്ല. അതിനകത്ത് ഒരുപാട് താഴോട്ടുണ്ട്. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടമുടയും, കേട്ടിരിങ്കിലെ ചക്രം തകരും, ദേഹിയും ദേഹവും എല്ലാം അന്ന് ഉടഞ്ഞ് പോകും. സർക്കുലേറ്ററി സിസ്റ്റം എല്ലാം തകരും. നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റം എല്ലാം തകരും. കുടം ഉടയും, ബ്രോക്കൺ വീൽ അത് ഉടഞ്ഞു പോകും. എല്ലാം അതിനകത്ത് ഓരോ മരണത്തിൻ്റെ ഓരോ സ്റ്റൈലുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. 38 പ്രാവശ്യം ഇതിലെല്ലാം മായ എന്ന് പറഞ്ഞ് 38 പ്രാവശ്യം ഈ എക്ലീസിയാസ്റ്റ്, ഈ സഭാപ്രസംഗിയിൽ അതിനെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് മരണം കാവ്യാത്മകമായി ഈ രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്. ബൈബിളിലെ മരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും വിശ്വാസികളുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് നിദ്ര എന്നുള്ളൊരു വാക്കാണ്. ശരീരം നിദ്ര പ്രാപിച്ചു എന്നുള്ള ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 27:52 യേശുക്രിസ്തുവിൻ്റെ മരണം നടന്ന സമയത്ത് ഭൂമികൾ കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ. നിദ്ര പ്രാപിക്കുക, നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നുള്ളതാണ്. കാരണം ശരീരം ഇവിടെ ഉറങ്ങിയിട്ട് അത് വേറൊരിടത്ത് ഉണരുന്നു. ആത്മാവും ദേഹിയും മരിക്കുന്നില്ല, ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിദ്ര പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ, വേറൊരു രീതിയിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ വൃതന്മാരെ യേശുക്രിസ്തു ഇവിടെ നമ്മളെ ഉറക്കുന്നു. നമ്മളെന്തിനാ കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കുന്നത്? കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് അവരങ്ങനെ കിടന്നങ്ങ് ചത്തുപോകാനല്ലല്ലോ, അവരെ ഉണർത്താൻ വേണ്ടിയാണ്. ഉണരാൻ വേണ്ടിയാണ് ഉറങ്ങുന്നത് എന്ന് പറയുന്ന പോലെ കർത്താവ് നമ്മളെ ഇവിടെ ഉറക്കുന്നു. എന്തിനാണ്? യേശുവിൻ്റെ സാമീപ്യത്തിൽ അവിടെ ഉണരാനായിട്ട്. സങ്കീർത്തനം 17:15 ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തരാകും. ഉറങ്ങുന്ന സ്ഥലമാണ് സെമിട്രി എന്ന് പറയുന്നത്. സിമിട്രി എന്ന് നമ്മൾ പറയുന്നത് ഗ്രീക്കിലെ കൊയ്മിറ്റോറിയൻ എന്നുള്ളൊരു വേർഡാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൊയ്മിറ്റോറിയൻ, സ്ലീപ്പിംഗ് ചേംബർ എന്നോ
ഉള്ള മീനിങ്. അതുകൊണ്ട് അത് ഉറങ്ങുന്ന സ്ഥലം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്, ഉറങ്ങുന്ന ഒരു സ്ഥലം. യോഹന്നാൻ 11:11 യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ലാസറിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഒരു അനുഭവമാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന് ഉള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെ എന്ന് അറിയുന്നില്ല, ശരീരം കൂടാതെ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഇവിടെ ഒരു പാരഡൈസിലേക്ക് എടുക്കപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത്. പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെയാണ് പറയുന്നത്. 14 വർഷത്തിന് മുമ്പ്, ഈ സംഭവം എഴുതുന്നതിന് 14 വർഷത്തിന് മുമ്പ്, അപ്പോസ്തലപ്രവൃത്തി 14:19 അവിടെ ലുസ്ട്രയിൽ വെച്ച് പൗലോസിനെ ഉപദ്രവിക്കുകയും കല്ലെറിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലുസ്ട്രയിൽ വെച്ച് കല്ലെറിഞ്ഞപ്പോൾ അവിടെ അവൻ മരിച്ചു എന്ന് വിചാരിച്ചു. അവൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം അവൻ മരിച്ചു എന്ന് വിചാരിച്ചു. ആ സമയത്താണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ആ സമയത്താണ് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണത്തിന് സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പൗലോസ് ഇവിടെ പറയുന്നതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന 2 കൊരിന്ത്യർ 12 പൗലോസ് പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഭാഗം പൗലോസിൻ്റെ ജീവിതത്തിൽ ആ സമയത്തുള്ള ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിലാണ് ഇത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ഉള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാര്യങ്ങളിലും എല്ലാം അവരെല്ലാം തന്നെ നിദ്ര കൊണ്ടു അവർ ഇന്ന് ജീവനുള്ളവരുടെ പട്ടികയിലാണ് അവരുമുള്ളത്. മത്തായി 22:32 വാക്യത്തിൽ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാവുന്നു എന്നവൻ അരുളി ചെയ്യുന്നു, എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അബ്രഹാമും ഇസാക്കും യാക്കോബും ഒക്കെ മരിച്ചു, നമുക്കെല്ലാം അറിയാം, എല്ലാം മരിച്ചു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതെന്താണത് പറയുന്നത്? മനുഷ്യർ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യം നേരത്തെയുള്ള വാക്യങ്ങളിൽ അതിനകത്ത് പറയുന്നുണ്ട്. പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ സദൂക്യന്മാർ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. അത് മനുഷ്യൻ, പ്രത്യേകിച്ചും ഇവിടെ വിശ്വാസികളായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവരെ ജീവനുള്ളവരുടെ ദൈവം അത്രയും മരിച്ചവരുടെ ദൈവമല്ല എന്ന് പറയുന്നു. അതുപോലെ അവിടെയൊക്കെ മരണസമയത്ത് ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ജനസിസ് 25:8 അവൻ എൻ്റെ ജനത്തോട് ചേർന്നു. അതുപോലെ ജനസിസ് ഉൽപ്പത്തി പുസ്തകം 35:29 തൻ്റെ ജനത്തോട് ചേർന്നു. ഓരോരുത്തരെയും കാര്യങ്ങൾ, ഇസാക്ക്, യാക്കോബ്, ജനസിസ് 49:29-33 തൻ്റെ ജനത്തോട് ചേർന്നു. ഞാൻ ആ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അബ്രഹാമിൻ്റെ കാര്യം ഉൽപ്പത്തി പുസ്തകം 25:8 അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായ നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു, തൻ്റെ ജനത്തോട് ചേർന്നു. ജനസിസ് ഉൽപ്പത്തി 35:29 ഇസാക്ക് വയോധികനും കാലസമ്പൂർണമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 49:33 യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചതിന് ശേഷം അവൻ കാൽ കട്ടിൽമേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. അപ്പോഴിവിടെ എല്ലാം കാണുന്നത് മരണം എന്ന് പറയുന്ന ഒരു നിദ്രയാണ്. നിദ്രയായിട്ട് അവർ എങ്ങോട്ട് പോകുന്നു? അവരെല്ലാം തന്നെ ഇവിടെ കാണുന്ന പാരഡൈസിലേക്ക്, പാരഡൈസ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. മരണത്തെക്കുറിച്ചുള്ള
കാര്യങ്ങൾ പറഞ്ഞു. എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണല്ലോ നമ്മൾ നേരത്തെ ചോദിച്ചത്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നേരത്തെ ചോദിച്ചത്. ആ ആത്മാവ് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പ്രാണനെ വിട്ട് കഴിയുമ്പോഴേ, നേരത്തെ നമ്മുടെ മുൻ പിതാക്കന്മാർ പോയതുപോലെ എല്ലാവരും തന്നെ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? പാരഡൈസിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്ന് നമ്മളെ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ധനവാന്റെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പേര് മെൻഷൻ ചെയ്താൽ അതൊരു യേശുവിൻ്റെ സമയത്ത് തന്നെ നടന്നൊരു സംഭവമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതനാ സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവിടെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് ലാസർ പോയതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെയും മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 116:15 പറയുന്ന തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. എന്നാൽ നീതികെട്ടവൻ്റെ മരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ളതല്ല. ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 18:14 അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേർപറഞ്ഞു പോകും, ഘോര രാജാവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോകും. അവിടെ ആശ്രയിച്ച കൂടാരം എന്ന് പറയുന്ന കൂടാരത്തെ മനുഷ്യൻ്റെ ശരീരമായിട്ടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ്റെ വേർ പറഞ്ഞു പോകും, ഘോര രാജാവിൻ്റെ അടുക്കിലേക്ക്. ഘോര രാജാവ്, കിങ് ഓഫ് ടെറർ, ഘോര രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അതാണ് നീതി കെട്ടവൻ്റെ മരണം. അവൻ ചെല്ലുന്നത് ഘോര രാജാവ് എന്ന് പറയുന്നത് സൈറ്റാനിക് കിങ്ഡത്തിലേക്ക് അവൻ പോവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഡാർക്ക്നെസ്സിനെ നമ്മൾ ആസ് ചിൽഡ്രൻ ഫിയർ ഡാർക്ക്നെസ് ആസ് മാൻ ഫിയേഴ്സ് ഡെത്ത്. ആസ് ചിൽഡ്രൻ ഫിയേഴ്സ് ഡാർക്ക്നെസ് ആസ് മാൻ ഫിയേഴ്സ് ഡെത്ത്. ഇന്ന് മനുഷ്യരെ പലപ്പോഴും ഇന്ന് കർത്താവിലില്ലാത്തവർ ഇന്ന് മരണത്തെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. D.L. മൂഡി 62-ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ, കസൻസാസ് സിറ്റിയിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിട്ട് ഇരിക്കുമ്പോഴായിരുന്നു ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നതാണ്, ദിസ് ഈസ് മൈ ട്രയംഫ്, ദിസ് ഈസ് മൈ കൊറോണേഷൻ ഡേ, ഐ ആം വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. ഇതെൻ്റെ വിജയത്തിൻ്റെ ദിവസമാണ്, ഇതെൻ്റെ കിരീടധാരണത്തിൻ്റെ ദിവസമാണ്, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഒരു ഭക്തൻ്റെ മരണം അങ്ങനെയാണ്. ഒരു കുട്ടി പേടിക്കുമ്പോൾ അപ്പൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. എന്തിനാണ്? ഭയമുണ്ടാകാതിരിക്കാൻ വേണ്ടി. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നതാണ്. എന്നാൽ ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നമ്മൾ കടക്കുമ്പോഴും നമ്മൾ ഒരു ഭയവുമില്ലാതെ പോകാനായിട്ട് ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ളത്. അതുമാത്രമല്ല, പുതിയ നിയമത്തിലുള്ള ക്രിസ്ത്യൻസായിട്ടുള്ള നമ്മൾക്ക് ഭയപ്പെടേണ്ടതിന് ദൈവം നമുക്ക് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ തന്നത്. ശരിക്കും യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു സംഭവം ഇല്ല. കൊച്ചു കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പോലെയാണ് ഫാദർ, അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്ന ആ വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ കർത്താവ് നമുക്ക് സമീപസ്ഥനായി നമ്മളോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു നിദ്ര മാത്രമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു നിദ്ര മാത്രമാണത്. അതൊരു ഉറക്കം മാത്രമാണ്. കാരണം നമ്മൾ ഉറങ്ങിയാൽ ഉണരും എന്നുള്ളത്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ദുബായിക്ക് പോകുന്നു, ഫ്ലൈറ്റ് കയറി പോകുന്നത് പോലെ നമ്മൾ ഈ ഷോറിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് വേറൊരു ഷോറിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മരണം. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുവാനായിട്ട് യാതൊന്നുമില്ല എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾക്ക് തുടർന്നും ഈ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മരണത്തിൽ നമ്മൾ ആകുമ്പോഴേ നമ്മുടെ ഭീതി അതിനെക്കുറിച്ച് മാറാനും കർത്താവിൽ നമ്മളെ സ്ഥിരം പ്രത്യാശയിലായിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന്
ജീവിതത്തിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഈ രാത്രിക്കായിട്ട് സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇത് കേട്ടവരെല്ലാം തന്നെ കർത്താവേ, മരണത്തെക്കുറിച്ചുള്ള ഭയം, മരണഭയം അതിൽ നിന്നെല്ലാം കർത്താവെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിലുള്ളവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണല്ലോ. കർത്താവെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ യഹോവയുടെ ഭക്തൻ്റെ മരണം അവന് വിലയേറിയതാവുന്നു എന്നറിയുന്നു. അവന് ആ തീരത്തെത്തിച്ചേരുവാനായിട്ടുള്ള, ആ തുറമുഖത്ത് എത്തിച്ചേരുവാനായിട്ടുള്ളൊരു പ്രയാണം മാത്രമാകുന്നു. ഇവിടെ നിദ്രയാണെങ്കിൽ അവിടെ അവൻ ഉണരുകയാണ്. ദൈവത്തുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന അനുഭവം അതാവുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം. അത് കർത്താവെ അനുഗ്രഹമാണ് എന്ന് അറിയുന്നു. ദൈവമേ, അതിനാൽ കർത്താവെ ആ ഭയത്തിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് ദൈവം കാണിച്ചു തരുന്നു. അത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങൾ കർത്താവെ പരീക്ഷയൊക്കെ എഴുതിയിട്ടൊന്നും അവർക്ക് ജോലി കിട്ടാതെ വിഷമിച്ച് കർത്താവെ നിരാശയിലും നെടുവീർപ്പിലുമായിരിക്കുന്ന ചില വ്യക്തികൾക്ക് ദൈവം അറിയാത്ത വഴിയിൽ നിന്ന് വിളിച്ച് ജോലി കൊടുക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുന്നുവെന്ന്, ഈ ദിവസങ്ങളിലെ ഇൻ്റർവ്യൂ കാർഡുകൾ അവർ വന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് അവർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരാശയോടെ പ്രാർത്ഥിക്കുന്നവർ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നോ ചിലപ്പം പുറത്തു നിന്നോ ആയിരിക്കാം. ദൈവം അത് അയക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇത് കണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തരുന്ന ഓർത്ത് സ്തോത്രം. അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ അവർക്ക് വരുമ്പോഴേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അനുഗ്രഹത്തോട് ജീവിക്കുകയും ചെയ്യുവാനായിട്ട് അവരെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. തുടർന്ന് ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. നമ്മൾ പറയുന്ന നിദ്രയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെയാണ്. തുടർന്നും ഇത് തന്നെ നമുക്ക് ശ്രവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.